ISL ചരിത്രത്തിൽ ഇത്രയും ഭാഗ്യം കെട്ട ഒരു ടീം പോട്ടെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. എതിരാളികൾ നന്നായി കളിച്ച് തോൽപ്പിക്കുന്നത് കൂടാതെ എതിരാളികളെ ബ്ലാസ്റ്റേഴ്സ് കീഴടക്കി എന്ന് തോന്നുന്ന സമയത്ത് ദൗർഭാഗ്യം വണ്ടി വിളിച്ചെത്തി തോൽപ്പിക്കുന്നത് ഈ ടീമിന് മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്തൊരു കാര്യമാണ്. ഭാഗ്യക്കേടില്ലെങ്കിൽ കുറഞ്ഞത് ഒരു 3 ISL കിരീടമെങ്കിലും നേടേണ്ട ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്നത് സത്യമായ ഒരു കാര്യമാണ്. പറഞ്ഞു വരുന്നത് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരത്തെക്കുറിച്ചാണ്. 85-ാം മിനിറ്റിൽ 2-1 ലീഡിൽ നിന്ന ബ്ലാസ്റ്റേഴ്സ് തോൽവി എന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അർഹതപ്പെട്ട പെനാൽറ്റി ലഭിക്കാതിരുന്നിട്ടും മികച്ച ടീം ഗെയിമിലൂടെ മോഹൻ ബഗാനെ വിറപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മികച്ച പ്രകടനമാണ് നടത്തിയത്. എന്നാൽ ആഷിഖ് കരുണിയനും കമ്മിൻസും വന്ന ശേഷം മോഹൻ ബഗാൻ മികച്ച മുന്നേറ്റങ്ങൾ തുടരെ നടത്തി ബ്ലാസ്റ്റേഴ്സിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ 86-ാം മിനിറ്റിൽ കമ്മിൻസ് സമനില ഗോൾ നേടിയപ്പോഴും തുടർ തോൽവികളിൽ നിന്ന് ഒരു സമനില ബ്ലാസ്റ്റേഴ്സ് സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ കളി തീരാൻ ഏതാനും സെക്കൻഡുകൾ ശേഷിക്കെ റോഡ്രിഗസിൻ്റെ ലോങ് റേഞ്ചർ തറച്ചു കയറിയത് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ്റെയും നെഞ്ചിലേക്കാണ്. ഷോട്ട് നേരെ സച്ചിൻ്റെ കൈകളിലേക്കായിരുന്നെങ്കിലും ഡ്രിൻസിച്ചിൻ്റെ ദേഹത്ത് നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് ഗോൾ വല കുലുക്കുകയായിരുന്നു. ആദ്യം മുതൽ പിടികൂടിയ ദൗർഭാഗ്യം അവസാന നിമിഷം വരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്നു. ഇന്നത്തേത് മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. പക്ഷേ ഭാഗ്യമെന്നത് സ്പോർട്സിൽ നിർണായകമായ ഒരു ഘടകം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച മത്സരം. ജിമിനസ് 9 ഗോളുമായി ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ ഉണ്ട് എന്നത് മാത്രമാണ് ഒരു പ്ലസ് പോയിൻ്റ്. ബ്ലാസ്റ്റേഴ്സ് 11 പോയിൻറ്റുമായി ഇപ്പോഴും 10ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. അവസാന 5 മത്സരങ്ങളിൽ 4ാമത്തെ തോൽവി.